ഇന്ന് നമുക്ക് ടിഷ്യൂ കാഞ്ചീപുരം ബ്രൊക്കേഡ് സാരീസ് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ബോർഡറുള്ള സാരീസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സമയമല്ലേ. അതിൻ്റെ ടിഷ്യൂ കാഞ്ചീപുരം ടൈപ്പിൽ തന്നെ സെമിയിൽ വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ബോർഡറും സെൽഫ് ബോർഡറും ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാം. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സഫയർ ഗ്രീനിൻ്റെയൊക്കെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന ഒരു കളറാട്ടോ. അപ്പോൾ അതിനകത്ത് എന്നാന്ന് വെച്ചാൽ ഈ ടിഷ്യൂ ബ്ലെൻഡായിട്ടും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ആ സഫയർ ഗ്രീൻ കളർ അല്പം കൂടെ ലൈറ്റായിട്ട് തോന്നും. അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന ബോർഡർ. ഇത് സാരി നമ്പർ 1 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ റേഞ്ചിൽ വരുമ്പോൾ ഇത് സോഫ്റ്റ് ആണോ എന്നുള്ളത്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. എനിക്ക് തോന്നുന്ന ഒറിജിനലിനേക്കാളും സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ വരുമ്പോൾ. അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന മുന്താണി. എന്നിട്ട് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആ പർപ്പിളിൽ തന്നെ ചെറിയ ബുട്ട ഡിസൈൻ വന്നിട്ട് സ്ലീവെൻറ്റിൽ ബോർഡർ വന്നിരിക്കുന്ന ബ്ലൗസും. ഇത് ഫുൾ ബോഡി ഇങ്ങനെ തന്നെ വരും. സാരി നമ്പർ 1 ആണ്. ഇത് ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കൊരു ഇതൊക്കെ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയാൻ പറ്റില്ല. അത്രയും നല്ല ഭംഗിയിലാണ് ഇത് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. 1980 റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി കാഞ്ചീപുരം സ്റ്റൈൽ സാരീസ്. കാഞ്ചീപുരം സ്റ്റൈലിൽ വന്നിരിക്കുന്ന സെമിയിൽ വന്നിരിക്കുന്ന സാരീസ്. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു മോഫ് ടോൺ ആൻഡ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതാണ് സാരി നമ്പർ 2. നല്ലൊരു ബ്ലൂ ആൻഡ് ഒരു ഉണ്ടോ ബോഡിയിലെ കളർ വരുമ്പോൾ ഒരു മോഫ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 2 നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ നല്ലതായിട്ട് ഡ്രേപ്പ് ചെയ്ത് ഇതൊന്നും ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഡ്രേപ്പ് ചെയ്താൽ മതി. നല്ല ഭംഗിയായിട്ട് ഡ്രേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസ്. അടുത്തത് വരുന്നത് ഒരു ഡസ്റ്റി ലാവൻഡർ ആൻഡ് ബ്ലൂ. ഒരു ഡസ്റ്റി ലാവൻഡർ ആൻഡ് ബ്ലൂ സാരി നമ്പർ 3. ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത്. ബോർഡർ ഇങ്ങനെ വരും. ഡസ്റ്റി ലാവൻഡർ ആൻഡ് ബ്ലൂ. അപ്പോൾ അതിനകത്തെല്ലാം ബ്ലൗസ് വരുമ്പോൾ ബ്ലൂവിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസാട്ടോ. ബ്ലൂവിൽ വന്നിരിക്കുന്ന ബ്ലൗസ് സ്ലീവെൻറ്റിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. ബ്ലൗസിലും ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാരി നമ്പർ 3 1980. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. ഇതൊരു ബ്രിക്ക് സാരി നമ്പർ 4. ഒരു ബേൺഡ് ഓറഞ്ച് എന്ന് പറയുന്നതിൻ്റെ അല്പം കൂടെ ഡീപ്പായിട്ടുള്ളൊരു ടോൺ. സാരി നമ്പർ 4. അതായത് ഒരു ബ്രിക്കും ഓറഞ്ചും കൂടെ ഒക്കെ ചേർന്നൊരു ഷെയ്ഡ്. അതിനകത്ത് ഗ്രീനാണ് കോമ്പിനേഷൻ. സാരി നമ്പർ 4. സാരി നമ്പർ 5 നോക്കിയാൽ നല്ലൊരു ടീൽ ബ്ലൂ ആൻഡ് ഒരു മെറൂണിഷ് റെഡ്. ടീൽ ബ്ലൂ ആൻഡ് സാരി നമ്പർ 5 ടീൽ ബ്ലൂ ആൻഡ് മെറൂണിഷ് റെഡ്. ഒരു ഗ്രേ ബ്ലൂ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് കേട്ടോ. ഭംഗിയുള്ള ഷെയ്ഡാണ്. സാരി നമ്പർ 5. അപ്പോൾ ആ മെറൂണിഷ് റെഡിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 6 വരുമ്പോൾ നമ്മുടെ ഒരു ബേൺഡ് ഓറഞ്ച് ആൻഡ് ഒരു സഫയർ ഗ്രീൻ ടോൺ. സാരി നമ്പർ 6 ബേൺഡ് ഓറഞ്ച് ആൻഡ് സഫയർ ഗ്രീൻ. സാരി നമ്പർ 6. ഇപ്പോൾ സഫയർ ഗ്രീനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസുമാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, സഫയർ ഗ്രീനിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസും. സാരി നമ്പർ 6. ഇത്രയുമാണ് നമ്മുടെ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ സെൽഫ് ടോണിൽ വന്നിരിക്കുന്ന സാരീസ്. ഇത് പാർട്ട് 1 വീഡിയോയാണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ സെൽഫ് ടോൺ തന്നെയുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഇത് കണ്ടോ, സാരി നമ്പർ 7. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഗോൾഡൻ ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരും. അതിനകത്ത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150 ആണ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇതേപോലെ ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള നമ്മുടെ ടിഷ്യൂ കാഞ്ചീപുരം സാരീസിൻ്റെ പേസ്റ്റൽ ഒരു ടോണിലേക്ക് വരുന്ന കളറ് കേട്ടോ. സാരി നമ്പർ 7 ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ബ്രൊക്കേഡ് പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 7 ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയായിരിക്കും. ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ തന്നെ. സാരി നമ്പർ 7. ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടോൺ. 8 വരുമ്പോൾ ഇതിൻ്റെ ഈ ബോർഡർ കളർ കണ്ടോ, ഒരു ഗ്രീനിഷ് ആ ഒരു ടോണിലാണ് കേട്ടോ. സാരി നമ്പർ 8. ഇതിനകത്തെല്ലാം നമുക്ക് ആ ഒരു
ഗോൾഡൻ ടിഷ്യൂ ബ്ലെൻഡായിട്ട് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ വീവ് പാറ്റേൺ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. സാരി നമ്പർ 8. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ബ്രൊക്കേഡ് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡനും ആ ഒരു ഗ്രീനും കൂടെയൊക്കെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് സാരി വരുന്നത്. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോൾ നോക്കി ഒരു ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 9. സാരി നമ്പർ 9 ബ്ലൂ. സാരി നമ്പർ 10. കുഴപ്പമില്ല, അങ്ങനെ 10 വരുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ്. സാരി നമ്പർ 10 ഒരു ഓറഞ്ചിൻ്റെ ഒത്തിരി ഡാർക്ക് ഓറഞ്ച് അല്ല, ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന ഒരു ഓറഞ്ച് ടോൺ. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോൾ നമുക്ക് ആ ഒരു ബ്രിക്കിൻ്റെ ഒരു ഷെയ്ഡ് ഒരു ബ്രിക്ക് ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ള പോലെ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. 2 ബോർഡറും ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസ്. 2 ടൈപ്പ് ബോർഡേഴ്സ്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ഓറഞ്ച് ടോണിൽ ഡിസൈൻ വന്നിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ബോർഡറും കൂടെ വരുന്ന ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാട്ടോ. 11. സാരി നമ്പർ 12 വരുമ്പോൾ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഗോൾഡനും ഒരു ബ്രിക്കും കൂടെ ചേർന്നൊരു ഷെയ്ഡ്. ഇത് കണ്ടോ, ഇതാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ഗോൾഡനും ബ്രിക്കും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്ന സാരി. 2150. ശരിക്കും നമ്മുടെ ആ ടിഷ്യൂ കാഞ്ചീപുരത്തിൻ്റെ അതേ ലുക്കിൽ നിൽക്കുന്ന സാരീസാണ്. ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഒറിജിനൽ ആണോ സെമി ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിയാൽ ഒരു ഡസ്റ്റി പിങ്ക് ടോണാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. അതിനകത്ത് ഇതേപോലെയാണ് വീവ് പാറ്റേൺ വന്നിരിക്കുന്നത്. സാരി നമ്പർ 13. 2150. മുന്താണി വരുമ്പോൾ ഇതേപോലെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു പിങ്കിൽ ഇതേപോലെ ഡിസൈൻ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. ഇതൊക്കെ ഒരു ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള സാരീസാട്ടോ. സാരി നമ്പർ 13. ഫുൾ ബോഡി നമുക്ക് ഇത് തന്നെയാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്. സാരി നമ്പർ 14 വരുമ്പോൾ ഒരു ബേജ് ടോൺ, അതായത് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് നിൽക്കും. ഗോൾഡൻ ഷെയ്ഡ്. സാരി നമ്പർ 14. ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ഗോൾഡൻ ഷെയ്ഡ്. സാരി നമ്പർ 14. എന്നിട്ട് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഒരു ചെറിയ വർക്കൊക്കെ കൊടുക്കണമെങ്കിലും കൊടുക്കാം. നല്ല രസമുള്ള സാരീസാണ്. നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസ്. അടുത്ത് വരുന്ന ഒരു ഡസ്റ്റി പർപ്പിൾ ടോൺ. പർപ്പിളിൻ്റെതേ അതെന്നു വെച്ചാൽ പർപ്പിളും അതിനകത്ത് ടിഷ്യൂവും കൂടെ ബ്ലെൻഡായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒത്തിരി ഡാർക്കായിട്ടുള്ള പർപ്പിളായിട്ട് തോന്നില്ല. ഇതേപോലെ ആയിരിക്കും കളർ വരുന്നത്. സാരി നമ്പർ 15. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ആ പർപ്പിളിൽ തന്നെ വരുന്ന ബ്ലൗസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ. സാരി നമ്പർ 15. 16 വരുമ്പോൾ എഗെയിൻ ഒരു ബേജ് ടോൺ. നമ്മൾ ആദ്യം കണ്ട ടോണിലും അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോൺ. 16. ഇതാണ് ബ്ലൗസ്. ഇതും ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. അതിൻ്റെ അല്പം കൂടെ ഒരു ലൈറ്റർ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോൺ. 16. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രൊക്കേഡ് കാഞ്ചീപുരം സാരീസിൻ്റെ സെമിയിൽ വന്നിരിക്കുന്ന കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്